നമ്മുടെ തൊടുപുഴയിൽ നവ്യ ബേക്കറിയുടെ പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങി വരും എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. എന്തായാലും ഞങ്ങളും അവിടെ നിന്ന് വിസിറ്റ് ചെയ്തിരുന്നു. ഏറ്റവും നല്ലൊരു അനുഭവമാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്. കാരണം ഇവിടെ വരുന്ന പ്രൊഡക്ട്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഓൺ മേക്കിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് അവരുടെ ഫാമിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ അവർ മിക്ക ഐറ്റംസും ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങളിവിടെ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഡിഷസ് ഒക്കെ നോക്കുമ്പോഴാണല്ലോ എല്ലാം വെറൈറ്റി ഡിഷസ് ആണ് കണ്ടത്. മൊജിറ്റോസ് ആണുള്ള ഐസ്ക്രീം, ടീ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കണ്ടു. ക്വാളിറ്റി ഡെസേർട്സ് എല്ലാം വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ഡെസേർട്സ് ഒക്കെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. ചിക്കൻ റോളും അതുപോലെ ഫിഷ് ഫിംഗേഴ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ആദ്യം ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ എളുപ്പമുള്ളതുകൊണ്ടാണ് ആ ഒരു ടൈപ്പ് ഓഫ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തത്. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിള്ളേരാണല്ലോ വളരെ ആസ്വദിച്ചാണ് ചിക്കൻ ഐറ്റംസ് കഴിച്ചത്. അതുപോലെ ഈ ചെറിയ റാപ്പ് ഐറ്റംസ് ആണെങ്കിലും വളരെ ടേസ്റ്റി ആയിരുന്നു. വലിയ സ്പൈസസ് ഒന്നും ഇല്ലാതാണ് കുട്ടികൾക്കൊക്കെ കഴിക്കാവുന്ന രീതിയിലാണ് അവരുടെ ഐറ്റംസ് ഒക്കെ മേക്ക് ചെയ്തിരിക്കുന്നത്. എന്നാലും ലച്ച് കുറച്ച് ഓവർ എക്സ്പ്രഷൻ കിട്ടെങ്കിലും കാര്യങ്ങൾ അടിപൊളിയായിട്ട് അവൾ കഴിച്ചു. ഇതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐറ്റംസ് ഒക്കെ വളരെ എൻജോയ് ചെയ്താണ് അവളും കഴിച്ചത്. പിന്നെയാണ് ഞങ്ങളുടെ റീൽസിലൊക്കെ വളരെ ഫേമസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ കുനാഫ സിസിലർ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ അടിപൊളി കേട്ടോ. അവരത് സെർവ് ചെയ്യുന്നത് വളരെ വെറൈറ്റി ആയിട്ടാണ്. അവർ യൂസ് ചെയ്യുന്ന ക്രീംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്രീംസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് അതിങ്ങനെ ഒഴിക്കുന്നത് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ്, കണ്ടിരിക്കാൻ തന്നെ. അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിരുന്നു. ഞങ്ങൾ ആ ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. എന്തായാലും കുനാഫ സിസിലർ എന്ന് പറഞ്ഞ ഐറ്റം വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഐറ്റമാണ്. അത് നമ്മൾ കുറേശ്ശെ കഴിച്ച് കഴിഞ്ഞാൽ തന്നെ വലിയൊരു മധുരവും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിട്ട് തന്നെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കുനാഫ എന്ന് പറയുന്നത്. കഴിച്ച എല്ലാവർക്കും, ജിത്തുവിനാണെങ്കിലും അതുപോലെ കൊച്ചിനാണെങ്കിലും ഐറ്റംസ് ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടുത്തെ ഒരു ഹൈലൈറ്റഡ് ഐറ്റം കൂടിയാണിത്. കുനാഫ ഐറ്റംസ് എല്ലാം ഇവിടെ ഫേവറേറ്റ് ആണ്. അതുപോലെ വർഷത്തിൽ ഏത് ദിവസം ചെന്നാലും ചക്കയുടെ കിട്ടുന്ന ഒരു കടയോടെയാണ് നവ്യ ബേക്കേഴ്സ്. ഇവർക്ക് പ്രൊഡക്ഷൻ ഫാം ഉള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നവ്യ ബേക്കേഴ്സിൽ പല രീതിയിലുള്ള ബേക്ക് ഐറ്റംസ് അതുപോലെ തന്നെ കേക്ക് ഐറ്റംസ് എല്ലാം, പ്രിപ്പയർഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. പാക്കറ്റ് ഐറ്റംസും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് വളരെ ക്വാളിറ്റിയിലാണ് അവർ എല്ലാ പ്രൊഡക്ട്സും ചെയ്തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് തൊടുപുഴയിലെ നവ്യ ബേക്കേഴ്സ് ആരംഭിച്ചിരിക്കുന്നത്. ഇരുന്ന് കഴിക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. അതുപോലെ ഇവിടെ ബേക്ക് ചെയ്ത് വെച്ചിരുന്ന ഐറ്റംസ് ഒക്കെ അവരുടെ ഓൺ പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അതുപോലെ കേക്കിൻ്റെ വെറൈറ്റി ഓഫ് ഐറ്റംസും അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹോം ഡെലിവറി വരെ അവൈലബിൾ ആണ്. തൊട്ടടുത്തുള്ള പ്രദേശങ്ങളെല്ലാം ഹോം ഡെലിവറി കൊടുക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങൾ നവ്യ ബേക്കറി തൊടുപുഴ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് റോട്ടറി ജംഗ്ഷനിലെ ഭീമ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ബേക്കറി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്.